പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവാൾത്താരയിൽ ഈ ജനങ്ങളോട് പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ അനുഭവസാക്ഷ്യം പങ്കുവെക്കാൻ അവസരം ചെന്ന ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജാൻസി സെബാസ്റ്റ്യൻ. ഞാൻ പള്ളിപ്പുറം മഞ്ഞമാതാ ബസിലിക്ക കുടുംബാംഗമാണ്. എൻ്റെ മകൾ മേരി ജിൻസി, അവളും പള്ളിപ്പുറം തന്നെയാണ്. എൻ്റെ സാക്ഷ്യം, എൻ്റെ മകനെ ഒരു എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി കാനഡയിൽ പോകാൻ ലോണിന് വേണ്ടി ആധാരവുമായി ഞാൻ ബാങ്കിനെ സമീപിച്ചപ്പോൾ ആധാരം നോക്കിയിട്ട് അവർ പറഞ്ഞു ഇതിനെ പോക്കുവരവ് നടത്തിയിട്ടില്ല. ഞാൻ ആധാരവുമായി വില്ലേജിലേക്ക് ഓടി. വില്ലേജിൽ പറഞ്ഞു ഇത് കൊച്ചി താലൂക്കിൽ പോകണം, കാരണം 26 വർഷമായി ഈ ആധാരത്തിൻ്റെ പോക്കുവരവ് ചെയ്തിട്ട്. എനിക്കാകെ സങ്കടമായി. ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മ മാതാവേ, മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുവാൻ എന്നും സന്നദ്ധയുള്ള അമ്മ എൻ്റെ കൂടെ വരണം, അമ്മ എനിക്കിത് സാധിച്ചു തരണം. ഞാൻ പക്ഷേ കൃപാസനം പത്രം എടുക്കാൻ മറന്നുപോയി. ആധാരവുമായി ഞാൻ വില്ലേജിലേക്ക് പോയി. അവരെന്നെ വീണ്ടും പറഞ്ഞു വിട്ടു. 3-ാം തവണ ഞാൻ വീട്ടിൽ ചെന്ന് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും കൃപാസന പത്രം ആധാരം വയ്ക്കുന്ന കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഓഫീസറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് എന്തായാലും ഇത് സാധിച്ചു തരണം. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതിലിടപെടണം. അത്ഭുതമെന്ന് പറയട്ടെ, 26 വർഷമായി പോക്കുവരവ് ചെയ്യാതിരുന്ന ആ ആധാരം 1 മാസത്തിനുള്ളിൽ എനിക്ക് അത് പോക്കുവരവ് ചെയ്ത് കിട്ടി. അതിനുശേഷം വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ഞാൻ പോക്കുവരവ് ചെയ്ത് ബാങ്കിൽ സമീപിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ആധാരത്തിൽ വഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് വീണ്ടും അത് റിജക്റ്റായി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞങ്ങളുടെ സ്വന്തം വീട്ടിലൂടെയുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ കാറ് കൊണ്ടുപോയിരുന്നത്. നടവഴി മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ അമ്മ മാതാവേ, ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജ്ഞി, സമ്പന്നനായ ഈശോയുടെ അമ്മേ, എനിക്ക് വഴി തരണം എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കാശുരൂപം മെയിൻ റോട്ടിൽ നിസാൻ കയറുന്ന വഴി എനിക്ക് ലഭിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാനത് സ്ഥാപിച്ചു പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജപമാല റാലിയിൽ മുടങ്ങാതെ ഞാൻ പങ്കെടുത്തിരുന്നു. ആ റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയും, പരിശുദ്ധ അമ്മയോടൊപ്പം ഞാൻ ഈ വഴിയിലൂടെ നടക്കുന്നു, എനിക്ക് അത്ഭുതകരമായി ഒരു വഴി തരും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് വേണമെങ്കിൽ പറയാം. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ. അങ്ങനെ ഞാൻ അധികം പ്രാവശ്യം, ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ജപമാല റാലിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നടന്നു. ഒരു ദിവസം എനിക്കൊരു പാർലറാണ്. ആ പാർലറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്ത് ഒരാളുടെ വീടിൻ്റെ പുറകുവശം വൃക്ഷങ്ങളെല്ലാം വെട്ടിമാറ്റുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, എന്താ ഇത്? അപ്പം ഞങ്ങൾ ആ വീട്ടുകാർക്ക് വഴി കൊടുത്തു. ഞാൻ ഓടിപ്പോയി പരിശുദ്ധ അമ്മയുടെ ഉപ്പെടുത്ത് ഞങ്ങളുടെ മതിലിൻ്റെ അവിടെ തൂകി, പരിശുദ്ധ അമ്മ മാതാവേ, നീ ഇവിടെ അത്ഭുതം പ്രവർത്തിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്ന്. അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ, 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ വ്യക്തിയെ കാണുകയും അവരെന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു നന്നായി, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തായി വഴിയില്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് വഴിയില്ല. എന്നാലും സാരമില്ല, ദൈവം ഏതെങ്കിലും ഒരു വഴി എന്നെ നടത്തും. 1/2 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തി എന്നെ വിളിക്കുകയും നിങ്ങൾക്ക് വഴി തരാമെന്ന് പറയുകയും ചെയ്തു. ആ മതിലിനപ്പുറം തോടാണ്, വലിയൊരു തോടാണ്. എനിക്ക് ഒട്ടും അറിയില്ല. ഞാൻ പല വഴിക്കായി പല സ്ഥലങ്ങളിലും മുട്ടിയിരുന്നു, എനിക്ക് കിട്ടിയില്ല. പരിശുദ്ധ അമ്മ വളരെ അത്ഭുതകരമായിട്ട് അമ്മ തന്ന് എന്ന് പറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എനിക്കും അതാണിഷ്ടം. അമ്മ തന്നതെന്ന് ജനങ്ങളുടെ മുന്നിൽ പറയണം. ആ മതിൽ പൊളിച്ച് തോടിന് കുറുകെ പാലം പണിത് നിസാൻ വണ്ടി കയറുന്നതിലും വീതിയുള്ള നല്ലൊരു വഴി 2 സെൻറ്റിന് 4 ലക്ഷം രൂപയ്ക്ക് പരിശുദ്ധ അമ്മ ആധാരം ചെയ്ത് എനിക്ക് തന്ന് പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയാണെന്ന് എന്നെ വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നത്.
അതിനുശേഷം ഞങ്ങളുടെ അമ്മ മരിച്ചു, ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണം. അതിന് വില്ലേജിൽ ചെന്ന് പോക്കുവരത്ത് രണ്ടാമത് ചെയ്തു, അത് ശരിയായി. പഞ്ചായത്തിൽ ചെന്ന് ഓണർഷിപ്പ് മാറ്റിയപ്പോൾ പറയുന്നു ആ വീട് വേറൊരു വ്യക്തിയുടെയാണെന്ന്. പരിശുദ്ധ അമ്മ മാതാവേ, വാ നമുക്ക് പോകാം, എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഞാൻ നെറ്റിയിൽ ഉടമ്പടി തൈലം പൂശുകയും കൃപാസനത്തിലെ വെഞ്ചിരി ചുപ്പ് കയ്യിൽ പിടിക്കുകയും പത്രവുമായിട്ട് ഞാൻ വീണ്ടും ആധാരം എഴുത്തുകാരൻ്റെയും പഞ്ചായത്തിലും കയറിയിറങ്ങി. പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആധാരം എഴുതണം. ഞാൻ പറഞ്ഞു ഭാഗം തന്ന ആൾ മരിച്ചുപോയി, ഇനി എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കതൊന്നും അറിയണ്ട, നിങ്ങൾ ആധാരം എഴുതണം. ഞാൻ പരിശുദ്ധമ്മയോട് പറഞ്ഞ് സമ്പന്നനായ ഈശോ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം? ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരും. അങ്ങനെ 1 മാസത്തിനുള്ളിൽ എനിക്ക് ഓണർഷിപ്പ് എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ആ വീടിന് ലഭിച്ച് പരിശുദ്ധ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അടുത്ത സാക്ഷ്യം, എൻ്റെ മകൻ കാനഡയിൽ പോകുന്നതിന് മുമ്പ് വലിയൊരു ഇടിമിന്നൽ രാവിലെ എൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയും വാർക്ക തുളഞ്ഞ് വീടിൻ്റെ ഇലക്ട്രിസിറ്റി ഫുള്ള് കത്തിപ്പോവുകയും മെയിൻ സ്വിച്ചൊക്കെ തെറിച്ച് ആകെ പുകയും തീയുമായിരുന്നു എൻ്റെ വീട്ടിൽ. എൻ്റെ ഭർത്താവ് ഒരു തയ്യൽക്കാരനാണ്, ആ മെഷീൻ കത്തി. പക്ഷെ അത്ഭുതകരമായി 1 സെക്കൻഡ് കൊണ്ട് എൻ്റെ ഭർത്താവിനെ ആ മെഷീനിൽ നിന്ന് മാറ്റുകയും എന്നെയും എൻ്റെ അമ്മയെയും എൻ്റെ മകനെയും ആ വീടിൻ്റെ സേഫായ ഒരു സ്ഥലത്തേക്ക് 1 സെക്കൻഡിലൂടെ മാറ്റുകയും ചെയ്തതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ മാതാവ് ഇടപെട്ടത് കൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു പോറൽ പോലും ഏറ്റില്ല. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, മോനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഞാനപ്പോൾ ഈശോൻ്റെയും പരിശുദ്ധമ്മ മാതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് യേശുവേ സ്വസ്ത്ര, യേശുവേ നന്ദി, ഞങ്ങൾക്ക് തന്ന ദാനങ്ങൾക്കും നന്മകൾക്കും പരിശുദ്ധമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ജീവിതവും തന്നു. ഇനി എല്ലാം ഈശോയുടെയും പരിശുദ്ധമ്മ മാതാവിൻ്റെ കരങ്ങളിലാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി. അപ്പം ഞാൻ മകനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഇന്നത്തെ ദുഃഖത്തിന് നാളെ ഒരു സന്തോഷം. എൻ്റെ മകൻ എന്നെ അന്തം വിട്ട് നോക്കി, ഈ അമ്മ എന്താ പറയുന്നത്? ഇത്രയും പുകയും തീയുമായിരുന്ന സമയത്ത് നാളെ സന്തോഷമോ എന്നുള്ള ഭാഗത്തിൽ. പക്ഷേ ആ സമയം പിറ്റേ ദിവസം ആ ഇടിമിന്നൽ വന്ന സമയം തന്നെയാണ് എൻ്റെ മകനെ കാനഡയിൽ പോകാനുള്ള വിസ ലഭിച്ചത്. അങ്ങനെ പരിശുദ്ധ അമ്മ മാതാവ് അമ്മയുടെ അടുത്ത് വരുന്നു പ്രാർത്ഥിക്കുന്നവരെ കൈവിടില്ല എന്നുള്ള ഒറ്റ തെളിവാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ജീവനോടെ എൻ്റെ കുടുംബവും നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് എൻ്റെ മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ മകൾ 10 വർഷത്തോളമായി ബിടെക് ട്രിപ്പിൾ ഇ ആയിരുന്നു അവൾ പഠിച്ചത്. നല്ല ഇതിൽ പാസ്സായതാണ്. PSCയും മറ്റ് പരീക്ഷകളും എഴുതി ചിലതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് നടന്നില്ല. ബാങ്ക് കോച്ചിങ്ങാണ് കൂടുതലായിട്ട് അതിനുശേഷം അവൾ ചെയ്തത്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മ മാതാവിനോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ മാതാവേ, എൻ്റെ മകൾ ഒരു എൻജിനീയറായി കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം. പരിശുദ്ധ അമ്മ മാതാവ് അത് സാധിച്ചു തരണമെന്ന്. അപ്പോൾ എൻ്റെ മകൾ ഒരു ദിവസം എന്നെ വിളിക്കുകയാണേ, അമ്മേ നമുക്ക് പോകാം, റെസ്യൂം കൊടുക്കാം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ബാങ്ക് എന്ന് പറഞ്ഞിരുന്ന എൻ്റെ മകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയാണ് റെസ്യൂം കൊടുക്കാം. ഞാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കാശുരൂപവും പത്രവും ഉപ്പും എല്ലാം കയ്യിൽ പിടിച്ചു. മോളും അതുപോലെ എൻ്റെ ഉടമ്പടിയിലാണ്, അവളും അത് കയ്യിൽ പിടിച്ചു. ഞങ്ങൾ 2 സ്ഥലത്ത് റെസ്യൂം കൊടുക്കാൻ പോയി. ഒരു സ്ഥലത്ത് ജൂലൈയിൽ ജോലി ലഭിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു വേറൊരു സ്ഥലം കൊണ്ടുണ്ട്, നമുക്കവിടെ കൊടുക്കാം. കേരളത്തിലെ തന്നെ നമ്പർ 1 ഇലക്ട്രിക്കൽ ഡിസൈൻ കമ്പനിയായ ആ കമ്പനിയിൽ റെസ്യൂം കൊടുത്തു. പിറ്റേ ദിവസം തന്നെ അവിടുത്തെ MD എൻ്റെ മകളെ വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കില്ല എന്ന് ഞാൻ അറിഞ്ഞത്. വിളിച്ചിട്ട് പറഞ്ഞു വേഗം വരിക. അങ്ങനെ അവളുടെ തിരിയിൽ 9 എന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ആ 9-ാം തീയതി ആണ് ഇവൾക്ക് ഇൻ്റർവ്യൂ വന്നത്. അവൾ ഇൻ്റർവ്യൂവിന് പാസ്സായി, വേഗം തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മകളിപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിസൈൻ കമ്പനിയിലെ ഇലക്ട്രിക്കൽ ഡിസൈൻ എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് എല്ലാ ആഴ്ചയിലും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളായവരെ സന്ദർശിക്കുകയും അവർക്ക് രോഗസൗഖ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ കൊടുക്കുകയും ചിലവർക്ക് എൻ്റെ പാർലറിൽ വരുന്നവർക്ക് ഉപ്പും
കൃപാസന തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനം, മരിയൻ ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയിലും കൂടാറുണ്ട്. ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. കുർബാനയിലും തുടരെയുള്ള കുമ്പസാരത്തിലും ഞാൻ പങ്കുപറ്റാറുണ്ട്. ചിലത് പ്രാവശ്യം ഞാൻ കുമ്പസാരിക്കാൻ മറന്നു. ഇങ്ങനെ ഇത്തിരി ലാഗായാലും ഞാൻ അച്ഛൻ്റെ അടുത്ത് എന്ന് പറയും, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അപ്പോൾ എല്ലാവരും എന്നെ നോക്കും. കാരണം മേടയുടെ ഉള്ളിലോട്ട് കയറിപ്പോയിട്ട് ഞാൻ അച്ഛൻ്റെ നേരെ കുമ്പസാരിക്കും. അങ്ങനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാമ്മയുടെ കരം പിടിച്ച് നടക്കുവാനുള്ള കൃപ എനിക്കുണ്ട്. എൻ്റെ മകൻ ഇവിടെ വന്നിട്ടില്ല. മകൻ പഠിത്തം കഴിഞ്ഞ് കാനഡയിൽ നിന്ന് വന്ന് വർക്ക് പെർമിറ്റ് കിട്ടി വന്ന് അവൻ ജോലി അവിടെ റിസൈൻ ചെയ്താൽ പോകുന്നത്, പാർട്ട് ടൈം ജോലി. ഇവിടെ വന്ന് അവൻ ഉടമ്പടി എടുത്തു, അവൻ പോയി. പക്ഷെ അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ നല്ലൊരു കമ്പനിയിൽ അവന് പെർമനൻ്റ് ജോബ് നൽകി പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. 2 ദിവസത്തിനുള്ളിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ അവന് പെർമനൻ്റ് ജോലി ലഭിച്ചു. അവൻ ഇനി വരുമ്പോൾ ഇവിടെ വരും, സാക്ഷ്യം പറയും. ഈ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ച് അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു നിശ്ചയദാർഢ്യമായ ബന്ധമാണ്. വിശ്വാസവും നന്ദിയും നിറഞ്ഞ ഒരു വലിയ ബന്ധം. ദൈവം ചെയ്തതിനെ ഓർത്ത് എന്ന് സ്തുതിക്കുകയും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഉടമ്പടി ദിവസങ്ങളാണ്. ഉടമ്പടിയിൽ നമ്മൾ സ്വന്തം അനുഭവങ്ങളാണ് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ജീവിതത്തിൻ്റെ ആ സാക്ഷ്യങ്ങളാണ് ഓരോ മക്കളെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അനുഭവിച്ച അനുഗ്രഹങ്ങൾക്ക് സ്തുതിയായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുന്നു. ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. ജാൻസി സെബാസ്റ്റ്യനും മകൾ മേരി ജെൻസിയുടെ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ നമ്മളെ കൈപിടിച്ച് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ് ലൂക്കായുടെ സുവിശേഷം 18-27 പറയുന്നത്. അസാധ്യമായവ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകം 33-14 പറയുന്നത്. ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ മക്കളോടും പറയുന്നതും അതുതന്നെയാണ്. ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്ന് പറയുന്നതും ഇതുതന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമുണ്ട്. നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ ഉപദേശിക്കും, നീ നടക്കേണ്ട വഴി കാണിച്ചിരുമെന്നാണ് സങ്കീർത്തനം 32:8 പറയുന്നത്. നമ്മുടെ ഓരോ വഴികളും തുറന്നു തരുന്ന പരിശുദ്ധ അമ്മയാണ് കൃപാസന അമ്മ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ജീവിതം, ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി എല്ലായ്പ്പോഴും നമുക്ക് നന്ദി പറയാം. അവരുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയുടെ നാമം പ്രകീർത്തിക്കാം. കാരണം ദൈവത്തിൻ്റെ നാമം ശ്രേഷ്ഠമാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്കും സാക്ഷ്യമായി പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമാക്കി തീർക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ജാൻസി സെബാസ്റ്റ്യനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.